പ്രതികരിച്ചതിന് ശ്രീ മാത്യു കുഴൽനാടൻ MLA കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ശരിക്കാണ്. ശ്രീ മാത്യു കുഴൽനാടൻ, ദില്ലി ഹൈക്കോടതി ഇപ്പോൾ SFIO നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ആരോപണങ്ങളാണ്. ഒന്ന്, ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട്. മറ്റൊന്ന്, എക്സാലോജിക് ഇടപാടിൽ രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ തന്നെയാണ് പണം നൽകിയത് എന്ന് കരുതുന്നു എന്നതാണ് SFIOയുടെ റിപ്പോർട്ട്. അതായത് ഇതുവരെ ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തന്നെയും ശരിവെക്കുന്ന മട്ടിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് SFIO നൽകിയിരിക്കുന്നത്. അല്ല, ഇതിനപ്പുറം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി അടിവരയിടുന്ന വിവരങ്ങളാണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞത്. SFIO എന്ന ഏജൻസി നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനത്തിന് യാതൊരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ നൽകിയിരിക്കുന്നു. ഈ കോടാനുകോടി രൂപ നൽകിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, കേരളത്തിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഇതിനു മുമ്പ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ അതേ കണ്ടെത്തൽ SFIO ശരിവെക്കുന്നു. ഏത് ഏജൻസി അന്വേഷിച്ചാലും ഏത് കോടതി അന്വേഷിച്ചാലും ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് സത്യം. ഈ സത്യം ഒരിക്കൽ കൂടി പുറത്തു വരുന്നത് ഇത് അംഗീകരിക്കാത്തതായി പിണറായി വിജയനും CPM മാത്രമേ ഉള്ളൂ. ബാക്കി ലോകം മുഴുവൻ ഈ കാര്യം അറിയാം. പിണറായി വിജയനും കുടുംബവും കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നും അതിനുവേണ്ടി കടലാസ് കമ്പനിയായ എക്സാലോജിക്കും അതുപോലെ മറ്റ് ബീനയുടെ അക്കൗണ്ടും സർവേ ടാക്സ് രജിസ്ട്രേഷനും ഒക്കെ ഉണ്ടായിരുന്നു എന്നും ഉള്ളതാണ് പച്ചയായ ഇതാണ് ഞങ്ങൾ ഇത്രയും കാലം പറഞ്ഞുവിട്ടിരുന്നത്. ആരന്വേഷിച്ചാലും ആര് നോക്കിയാലും അങ്ങനെ ഞാനതൊന്നും പറഞ്ഞു, പ്രളയം പോലെ തെളിവുകൾ ചുറ്റുമുള്ളൊരു കേസാണത്. ആർക്കും ഇനിയിപ്പോ രക്ഷിക്കണം എന്ന് വെച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത വണ്ണം തെളിവുകൾ ചുറ്റും നിൽക്കുന്ന ഒരു കേസാണ് ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത്. ഇത്രയും കോടാനുകോടി രൂപ ഒരു സേവനവും നൽകാതെ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു രീതിയിലും ജസ്റ്റിഫൈ ചെയ്യാനോ ആൻസർ ചെയ്യാനോ പറ്റാത്ത നിലയിലേക്ക് തെളിവുകൾ എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് SFIO കണ്ടത്. അവർക്കും അതേ കണ്ടെത്താൻ കഴിയൂ. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഇറ്റ്സ് എ ഫാക്ട്. അതാണ് SFIOയുടെ അന്വേഷണത്തിൽ എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ പറയുന്ന കാര്യം തന്നെ. മറിച്ച് CMRLനെതിരെ വരുന്നത് മറ്റൊരു ഗുരുതര ആരോപണമാണ്. അതായത് തീവ്രവാദ ബന്ധമുള്ള രാഷ്ട്രീയ ഇത്തരത്തിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കൊക്കെ പണം നൽകിയെന്ന ഒരു ആരോപണമാണ് ഉയർത്തുന്നത്. അതായത് SFIO അന്വേഷണത്തിനപ്പുറം മറ്റൊരു തലത്തിലുള്ള അന്വേഷണം കൂടി CMRLനെതിരെ നടക്കേണ്ടിയിരിക്കുന്നു എന്നതിലേക്ക് തന്നെയല്ലേ അത് വിരൽ ചൂണ്ടുന്നത്? അല്ല, അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരട്ടെ, കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞും കേട്ടും നമ്മൾ പറയാൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ച് ഈ കേസിൽ ഞാൻ സംശയാസ്പദമായി കാണുന്നത് 8 മാസത്തിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്ന SFIO ഇപ്പോഴും റിപ്പോർട്ട് സമർപ്പിക്കുന്നില്ല. ഈ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറഞ്ഞ പോലെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അവിടെ ഇവിടെയും ഒളിയം ചെയ്യുന്നത് പോലെ പറയുന്നതല്ലാതെ എന്തുകൊണ്ട് കൺക്ലൂസീവായി? കാരണം ഈ അന്വേഷണം സ്വാഭാവികമായിട്ടും എക്സാലോജിക്കും CMRLുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. അതിന്റെ അന്വേഷണം അത് ഈ കാര്യങ്ങൾ കണ്ടെത്തിയെങ്കിൽ ഇത് വെച്ചുള്ള റിപ്പോർട്ട് ഫയൽ ചെയ്യാണ് വേണ്ടത് കേന്ദ്ര സർക്കാരിന് മുമ്പ്. രാഷ്ട്രീയ നേതാവിനെ സംരക്ഷിക്കാനാണോ ഇത്തരത്തിൽ അല്ലെങ്കിൽ സ്വാധീനിക്കാനാണോ ഇത്തരത്തിൽ പണം നൽകിയതെന്ന് അന്വേഷിക്കുന്നു എന്നാണ് SFIO പറഞ്ഞിട്ടുള്ളത്. കാലാവധിയാണ് SFIOക്ക് കൊടുത്തത്. അപ്പൊ അവരത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കൊടുത്തിട്ട് മറ്റു കാര്യങ്ങളുണ്ട് അതിന്റെ പിന്നാലെ അവർക്ക് അന്വേഷിക്കാലോ. ഈ ഒരു അന്വേഷണ പാടുള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയുന്നു, ഇപ്പോഴും വീണ്ടും പിണറായി വിജയന് രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ SFIOയും കേന്ദ്ര സർക്കാരും. അതാണ് പ്രശ്നം. പക്ഷെ ഈ യാഥാർത്ഥ്യങ്ങൾ ഇനിയും തെളിയിക്കപ്പെടാൻ മാത്രം ഇനി ഒരാളുടെ ആവശ്യമില്ല. SFIOയുടെ ആവശ്യമില്ല, CBIയുടെ ആവശ്യമില്ല, ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമില്ല, ആരുടെ ആവശ്യമില്ല. ഇറ്റ്സ് ഓൾറെഡി എ പ്രൂവൺ ഫാക്ട്. കാരണം കോടാനുകോടി രൂപ അക്കൗണ്ട് വഴി വാങ്ങിയതിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് വന്നതോടുകൂടി ദാറ്റ് ഫാക്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇനി അതിന്മേലുള്ള ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷനിലേക്ക് പോകുന്നതിന് പകരം ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ് ത്രെഡ് ബയർ ഡിസ്കസ് ചെയ്ത് ഇത് അംഗീകരിക്കാത്തതായി ആകെ ഉള്ളത് CPM എന്ന പാർട്ടിയും പിണറായിയുടെ കുടുംബവും മാത്രമേ ഉള്ളൂ. അതല്ലാണ്ട് ബാക്കി എല്ലാവർക്കും ഇതിന്റെ യാഥാർത്ഥ്യം അറിയാം, സത്യം അറിയാം. ഇതാണ് അതിന്റെ ഫാക്ട് എന്നുള്ളതും കോടാനുകോടി രൂപ കൈക്കൂലി മേടിച്ചു എന്നും ഇത് കൂടാതെ പല ഇടപാടുകളിലും പിണറായിയുടെ കുടുംബം കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിരിക്കുകയാണെന്നും ആർക്കാണ് അറിയാത്തത്? ഇനി ഇതിന്റെ ആക്ഷനിലേക്ക് കടക്കേണ്ട താമസമുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പോ ഭീകരവാദ സംഘടനകളുണ്ട്, ഇതുണ്ടെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഇത് പ്രൊലോങ് ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടെങ്കിൽ അടുത്ത് അന്വേഷിക്കാലോ. They can open a next file. What stops them? ഇടപാടിൽ അത് ഫോക്കസ് ചെയ്യുന്നതിന് പകരം മറ്റിടങ്ങളിലേക്ക് കൂടി പോകുന്നു എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ഈ അന്വേഷണം തന്നെ ഇത്രയധികം നീണ്ടുപോയി, റിപ്പോർട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല താങ്കൾ പറഞ്ഞതുപോലെ. യെസ്, എന്തിനു വേണ്ടി എന്ന് പറയാം. പക്ഷെ ഈ ഫാക്ടിനെ ആവർത്തിക്കേണ്ട, ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടാണ്. അതിന്റെ ആക്ഷനാണ് ഇനി വരേണ്ടത്. അതിന് പകരം ഇനി വീണ്ടും ഇത് പ്രൊലോങ് ചെയ്യാൻ വേണ്ടി പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായി കോടതിയിൽ ഇങ്ങനെ വരികയാണോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം
കോൺക്രീറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അവരെന്ത് റിപ്പോർട്ടാണ് ഫയൽ ചെയ്യുന്നത്, എന്ത് അഫിഡവിറ്റാണ് കൊടുക്കുന്നതെന്ന് അറിയണം. പക്ഷെ ഇതെല്ലാം ഓരോ ദിവസവും പിണറായി വിജയന് രാഷ്ട്രീയ ആയുസ് നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയും അതുപോലെ കേന്ദ്ര സർക്കാരുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരിക്കൽ കൂടി വ്യക്തമാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ. ശരി, വളരെയധികം നന്ദി ശ്രീ മാത്യു കുഴൽനാടൻ MLA പ്രതികരിച്ചതിന്.